ഒരിക്കൽ കൂടി ബിജെപി സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കുകയാണോ ശ്രീലേഖ? എന്നോട് ഇതാരും പറഞ്ഞിട്ടില്ല, ഞാനിതാരോടും പറഞ്ഞിട്ടില്ല. ഞാനിതിപ്പോ ആദ്യം പത്രങ്ങളിലൂടെ മാത്രമാണ് അറിയുന്നത്. പക്ഷേ അവസാന നിമിഷം വരെയും തന്റെ പേര് മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ട് ഒടുവിലാണ് മാറി മറിഞ്ഞത് എന്ന് പറയുന്നു. ഇതെന്തൊരു പുലിവാല. ഇല്ലെന്നേ, അതല്ല ഞാൻ. നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് മനോവിഷമം ഉണ്ടെങ്കിൽ അത് പറ, എനിക്കില്ല. അവസാന നിമിഷം വരെ ശ്രീലേഖയെ മേയറാക്കാനുള്ള കാര്യങ്ങളാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് നിരന്തരം റിപ്പോർട്ടർ വാർത്ത കൊടുത്തിരുന്നു. ഇറ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. പത്രക്കാര് പറയുന്ന, നിങ്ങൾ പത്രക്കാര് പലരും പറയുന്നതേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു. ഞാൻ ഇവിടെ എനിക്ക് 5 വർഷത്തേക്ക് കിട്ടിയിരിക്കുന്ന ദൌത്യം എന്ന് പറയുന്നത് ശാസ്തമംഗലം വാർഡിന്റെ വികസനവും മെച്ചപ്പെടലുമാണ്. കാലത് തെളിയിക്കും. എനിക്ക് പറയാൻ ഇഷ്ടമില്ല, പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാനാണ് ഇഷ്ടം. ഈ വാർഡ് എങ്ങനെ ഏറ്റവും നല്ല ഒരു വാർഡാക്കി മാറ്റാൻ സാധിക്കും എന്ന് കാണിച്ചു കൊടുക്കാൻ, ജനങ്ങളുടെ സേവനം ചെയ്ത് തിരുവനന്തപുരത്തിനെ ജനങ്ങളെ എല്ലാവരും അറിയിച്ചു കൊടുക്കാനാണ് ഇപ്പൊ തൽക്കാലം താല്പര്യം.